അടുത്തതായി പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നമ്മളോട് സംസാരിക്കുന്നു. ദൈവമേ, ഈ അച്ഛൻ പ്രസംഗിച്ച് കൊളമാക്കാതിരുന്നാ മതിയായിരുന്നു. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, അച്ഛനമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, ഉമ്മപെങ്ങന്മാരെ, നാത്തൂന്മാരെ, അമ്മാവന്മാരെ, അമ്മായിമാരെ, വൃദ്ധന്മാരെ, കുട്ടികളെ, അച്ഛൻ എങ്ങോട്ടായി പോകുന്നത്? നീണ്ട 20 വർഷക്കാലമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഒന്ന് വേഗം പറയച്ചാ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ തോൽക്കാൻ വേണ്ടിയല്ല മത്സരിക്കുന്നത്. അത് കലക്കി. പക്ഷേ ഞാൻ മാത്രം വിചാരിച്ചാൽ ഞാൻ തിരഞ്ഞെടുപ്പിൽ വിജയിക്കില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം. എനിക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ഇങ്ങേരിത് കൊളമാക്കും. അഥവാ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു. എന്റെ ദൈവമേ, എന്താണാവോ പ്രഖ്യാപിക്കാൻ പോകുന്നത്? നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ, ഞാൻ ഈ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഉറപ്പായും ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും. നശിപ്പിച്ചു. എടാ ടിൻഡു, എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛന്റെ പ്രസംഗം? അച്ഛൻ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തൊപ്പിയിടും. പിന്നെ എടാ മോനെ, പ്രസംഗത്തിന്റെ അവസാനം ഞാനൊരു പ്രഖ്യാപനം നടത്തിയത് നീ കേട്ടില്ലേ? തോറ്റാൽ പൊതുപ്രവർത്തനം തന്നെ നിർത്തുമെന്നാ ഞാൻ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം തന്നെയാ എല്ലാം കൊളമാക്കിയത്. എന്റെ അച്ഛാ, തിരഞ്ഞെടുപ്പ് വിജയിച്ചാൽ പൊതുപ്രവർത്തനം നിർത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഇവനെ കൊണ്ടുള്ള ശല്യം ഒന്ന് തീർന്നു കിട്ടിയേനെ എന്നോർത്ത് നാട്ടുകാർ അച്ഛനെ ജയിപ്പിച്ചേനെ. നോക്കിക്കോ, അച്ഛൻ തോറ്റ് തൊപ്പിയിടും.